ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ ദ കേരള സ്റ്റോറി എന്ന വിവാദ ചിത്രം പ്രദർശിപ്പിക്കാനൊരുങ്ങുകയാണ് താമരശ്ശേരി രൂപതയും KCYM ഒപ്പം സിറോ മലബാർ യൂത്ത് മൂവ്മെന്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. ശനിയാഴ്ചയകം ചിത്രം പ്രദർശിപ്പിക്കുക. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നായിരുന്നു ഇടുക്കി രൂപതയുടെ ഈ ചിത്ര പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നത്. ഇപ്പോഴിതാ അത് താമരശ്ശേരി രൂപതയും തുടരുന്നു. എന്തൊക്കെ വിവരങ്ങൾ? അത് കേരളത്തിനെതിരെ ബോധപൂർവമായിട്ടുള്ള വെറുപ്പും വിദ്വേഷവും പടർത്താൻ ശ്രമിക്കുന്നതെന്ന് വലിയ രീതിയിൽ ആരോപണം വന്ന സിനിമയായിരുന്നു ദ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. അതിനെതിരെ കേരളത്തിലുടനീളം വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ, അതായത് കേരള സ്റ്റോറി നിരോധിക്കണം എന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ കേരളത്തിലുടനീളം നടന്നതാണ്. അതിനുശേഷം ദൂരദർശനിൽ ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നു. അതിന് പ്രതിരോധം, അതായത് വിവിധ മുന്നണികളുടെ അടക്കം നേതൃത്വത്തിൽ പ്രതിരോധം ഉണ്ടാകുന്നു. ശേഷമാണ് ഇടുക്കി രൂപതയിൽ ഈ സിനിമ, അതായത് ഇടുക്കി രൂപതയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ +1 +2 വിദ്യാർത്ഥികൾക്കിടയിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിനെതിരെയും, അതായത് ഇടുക്കി രൂപതയ്ക്കെതിരെയും പ്രദർശിപ്പിച്ച ഒരു രീതിക്കെതിരെയും, അതായത് ഒട്ടും നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രദർശനമല്ല നടന്നത് എന്ന രീതിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം അന്ന് ഇടുക്കി രൂപതയുടെ ഈ പ്രദർശനത്തിനെതിരെയും ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്കിടയിലാണ് പ്രദർശിപ്പിച്ചത്. അതായത് കൃത്യമായിട്ട് നിലപാടുകളില്ലാത്ത, അല്ലെങ്കിൽ സ്വാധീനിക്കാൻ ഏറ്റവും അധികം കഴിയുന്ന കുട്ടികൾക്കിടയിലാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് ആരോപണമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ സിനിമ വലിയ രീതിയിൽ വർഗീയതയും വിദ്വേഷവും, അതായത് കേരളത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവും ഈ സിനിമയ്ക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇടുക്കി രൂപതയുടെ ഒരു വാദം എന്ന് പറയുന്നത് പെൺകുട്ടികൾ, ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ഒരുപാട് പ്രണയത്തിൽ അകപ്പെടുന്നു. ആ പ്രണയത്തിൽ അകപ്പെടുന്നത് കൊണ്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ്, വിശ്വാസ സംരക്ഷണം എന്ന രീതിയിലാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത് എന്നാണ്. ഇതിന് പിന്നാലെയാണ് താമരശ്ശേരി രൂപതയും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ശനിയാഴ്ചയാണ് പ്രദർശനം നടക്കുക എന്നാണ് അറിയുന്നത്. KCYM സിറോ മലബാർ യൂത്ത് മൂവ്മെന്റിന്റെയും നേതൃത്വത്തിലാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ സിനിമയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ഇറക്കിയിട്ടുള്ള പോസ്റ്ററിൽ പറയുന്നത് ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നുള്ളതാണ്. അതായത് സഭയുടെ മക്കളെ പ്രതിരോധത്തിന്റെ പാഠം പഠിപ്പിക്കാനാണ് ഈ ഇടുക്കി രൂപത ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് താമരശ്ശേരി രൂപത ഇറക്കിയിട്ടുള്ളത്. മാത്രമല്ല കേരള സ്റ്റോറി എവിടെയും നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്ന രീതിയിലേക്കുള്ള ഒരു പോസ്റ്ററാണ് ഈ താമരശ്ശേരി രൂപതയും ഇറക്കിയിട്ടുള്ളത്. ഇതൊട്ടും നിഷ്കളങ്കമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല താമരശ്ശേരി രൂപതയ്ക്കും ഇതിനോട്, അതായത് കേരള സ്റ്റോറിയുടെ അടുത്ത് നിൽക്കുന്ന നിലപാടാണെന്ന് കാണിക്കുന്ന രീതിയിലാണ് ഈ സിനിമാ പ്രദർശനം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി രൂപത അധികാരികളുടെ പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത് ഒട്ടും നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രദർശനമായിട്ട് കാണാൻ കഴിയില്ല. മാത്രമല്ല ഇത് ഇടുക്കി രൂപതയുടെ നിലപാടിനോട് യോജിക്കുന്നു എന്ന തരത്തിലാണ് താമരശ്ശേരി രൂപതയും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ശനിയാഴ്ചയാണ് പ്രദർശനം നടക്കുക. വിവിധ കുടുംബ യൂണിറ്റുകളിലും KCYMന്റെ എല്ലാ യൂണിറ്റുകളിലും ഈ സിനിമ പ്രദർശിപ്പിക്കണം. മാത്രമല്ല ഈ സിനിമയുടെ ലിങ്ക് എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഷെയർ ചെയ്യണമെന്നും താമരശ്ശേരി രൂപത ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ശരി, മേഘ്ന മുരളിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ദ കേരള സ്റ്റോറി ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ ഇതാ താമരശ്ശേരി രൂപതയും പ്രദർശിപ്പിക്കാൻ പോകുന്നു. KCYM സിറോ മലബാർ യൂത്ത് മൂവ്മെന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ ശനിയാഴ്ചയാണ് ചിത്രം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ബോധവൽക്കരണമാണ് ലക്ഷ്യം എന്നാണ് രൂപതയുടെ വിശദീകരണം. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി നൽകിയത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.